സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നീക്കം 100% ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ്. എവനാണ് കൊള്ളാവില്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന തൂറും. ഈശ്വരപിള്ളേ എന്തോ അവന് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മൾ ആവശ്യമായിട്ടുള്ള തുകയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണെന്നേ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ഉണ്ടാക്കേണ്ടി വരും. എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്ന 75,000 രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തിനു മുടിയ കരമായത് ഉണ്ടാവണ കണ്ട ആ പോപ്പ തരവുണ്ടാക്കിയതല്ല, നല്ല മരമാ. അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 15 കോടി രൂപ അക്കോമഡേഷൻ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്. നല്ലൊരു ക്യാപ്സൂളൊക്കെ ഇവിടെ വന്നതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു. കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിക്കുന്ന അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. ിരിക്കുന്ന കണക്ക് സത്യമല്ല. കാരണം നാട്ടിൽ എവിടെയാണോ നിസാർ കേരളത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു. കേരളത്തിൽ എവിടെയാണ് 75,000 രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചെലവാകുന്നത്? ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇതിനെല്ലാത്തിനും ഈ വേരിയസ് ഹെഡ്സിന്റെ കീഴിൽ പ്രൊജക്ടഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കുക? കേരളം കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വാസ്തവം. അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നോണ ബോംബ് വീണവനായിപ്പോയി ഞാൻ. അല്ല, ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. നമ്മള് പതിവേറായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. 50,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ? ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. ഇവനെടുക്കൊന്നാല